കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നു ക്ലിനിക്കിൽ. മുട്ടുവേദനയായിട്ടാ വന്നത്. നല്ല മുട്ടുവേദനയുണ്ട്. അപ്പൊ എന്നോട് അവര് പരാതി പോലെ പറഞ്ഞു, ഡോക്ടറെ ഈ എണ്ണ തേച്ചിട്ട് എനിക്ക് മുട്ടുവേദന ഭയങ്കരമായിട്ട് കൂടിയെന്നാണ്. അപ്പൊ ഞാൻ മുട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എന്തിനാ ഈ മുട്ടുവേദനയ്ക്ക് എണ്ണ തേച്ചത്, ആരെങ്കിലും എണ്ണ തന്നിട്ട്? അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഡോക്ടർ തന്നെ വന്നതെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കൊടുത്തില്ല, ഇങ്ങനെ ഒരു മുട്ടുവേദനയ്ക്ക് ഞാൻ കൊടുക്കുകയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവര് കണ്ടുപരിചയം പോലെ തോന്നി വന്നപ്പോ. അപ്പൊ ഞാൻ ഇവരടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവരുടെ ഹസ്ബൻഡിന് മുട്ടുവേദനയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മുട്ടുവേദനയ്ക്ക് ഈ എണ്ണയും ഇപ്പൊ 5 ദിവസത്തേക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. അന്ന് ആ മുട്ടുവേദന വളരെ പെട്ടെന്ന് മാറി. അപ്പൊ ആ മുട്ടുവേദനയ്ക്ക് അന്ന് കൊടുത്ത എണ്ണ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മുട്ടുവേദന വെച്ച് ആ എണ്ണ എടുത്തങ്ങ് തേച്ചതാണ്. അതില് പ്രതി ഞാനായി. ആയുർവേദത്തില് വളരെ വ്യക്തമായിട്ട് ഓരോ സാഹചര്യത്തിലും അല്ലെങ്കിൽ ഓരോ അസുഖത്തിന്റെയും ഓരോ ഘട്ടത്തിൽ പോലും ഏത് എണ്ണ ഉപയോഗിക്കണം, എന്തുപയോഗിക്കണം, ഈ എണ്ണ ഉപയോഗിക്കാൻ പാടുണ്ടോ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കാൻ പാടുള്ളൂ. പുറത്ത് തേക്കുന്നതല്ലേ, അകത്ത് കഴിക്കുന്നതൊന്നും അല്ലല്ലോ. അപ്പൊ ഇതിനൊരു വൈദ്യനിർദ്ദേശത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ അകത്ത് മരുന്ന് കഴിക്കുമ്പോൾ എത്രത്തോളം കോംപ്ലിക്കേഷൻസ് അറിയാതെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നുണ്ടോ, അതേപോലെ തന്നെ പുറത്ത് എണ്ണ തേച്ചാലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതിനൊരു തെളിവാണ്. അപ്പൊ എപ്പോഴും കൃത്യമായിട്ട് അറിഞ്ഞ് കറക്റ്റായിട്ട് ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ എടുത്ത്, പറയുന്ന ഒരാളുടെ ഒപ്പീനിയൻ വളരെ വ്യക്തമായിട്ട് എടുത്തതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പുറത്ത് എണ്ണ തേച്ചൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതുപോലെ എണ്ണ തേച്ചാൽ വേദന കൂടുന്ന മുട്ടുവേദനയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.